ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിങ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്, സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ഓനിയൽ സാബു പുള്ളി ഇന്ന് കൺഫെഷൻ റൂമിലിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ കേട്ട സമയത്ത് സീരിയസ്ലി മാൻ, ഞാനാകെ ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി. അയാൾ കരഞ്ഞടോ അതിൻ്റെ അകത്തിരുന്നിട്ട്. അയാളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുന്ന സമയത്ത് അയാളുടെ മാനസികാവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അയാളുടെ പെയിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അയാൾ അതിൻ്റെ അകത്ത് ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് ദിവസങ്ങളായി. കണ്ട ആളുകളെ തന്നെയാണ് ഇത്രയും ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ ഇല്ല, മൊബൈൽ ഫോണില്ല, വെളിയിൽ എന്താ നടക്കുന്നതെന്നുള്ളത് അറിയില്ല, വീട്ടുകാരുടെ കാര്യം എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനൊരു അറ്റ്മോസ്ഫിയറിലാണ് അവർ ഇരിക്കുന്നത്. അപ്പോൾ ഒന്നാമത് അത് തന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയാണ്. ആ ഒരു മാനസികാവസ്ഥയിൽ ഇരുന്നിട്ട് ഇങ്ങനൊരു വൃത്തികെട്ട അലിഗേഷനും കൂടി ഇയാൾക്ക് നേരെ വരിക എന്ന് പറയുന്ന സമയത്ത് ദാറ്റ് കിൽസ് മാൻ. ദാറ്റ് കിൽസ്. മെൻ്റലി നമ്മളെ കൊന്നുകളയുന്നൊരു ഒരു അവസ്ഥയാണ്. നമ്മൾ ചെയ്യാത്തൊരു കാര്യം, പ്രത്യേകിച്ച് ഈ പറഞ്ഞ കയറി പിടിച്ചു എന്നൊക്കെ ഉള്ളൊരു സംഭവം നമ്മൾ ആ ഹൗസിൻ്റെ വെളിയിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും കേട്ടാൽ തന്നെ നമ്മുടെ കയ്യിൽ ഫോണും നമുക്ക് ഷെയർ ചെയ്യാൻ ഫ്രണ്ട്സും അല്ലെങ്കിൽ കുടുംബക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്യാത്തൊരു കുറ്റമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആയി പോവും. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്നിട്ട് ഇങ്ങനെ ഒരു സാധനം കേൾക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടി ഒന്ന് മേളിൽ നിൽക്കും. ഗ്രാഫ്, ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് കുറച്ചും കൂടി മേളിൽ നിൽക്കുന്നതാണ്. കാര്യം ഇതിനി കടന്നുറങ്ങുന്ന സമയത്തൊക്കെ ഇതായിരിക്കും ചിന്ത. എന്തായിരിക്കും അവസ്ഥ, പാരൻസ് എന്താണ് സ്ഥിതി, അവരെന്ത് വിചാരിക്കുന്നുണ്ടാവും, നാട്ടിനെന്ത് വിചാരിക്കുന്നുണ്ടോ, അവർക്ക് ഫീൽ ആയിട്ടുണ്ടാവില്ലേ. ഒന്നാമത് പുള്ളി പറയുന്നുണ്ട് അച്ഛനും അമ്മയൊക്കെ വയ്യാതിരിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. സീരിയസ്ലി, അച്ഛനും അമ്മയൊക്കെ വയ്യാതിരിക്കുക, അതൊരു ഇമോഷണൽ ഔട്ട് ബേസ്റ്റ് ആണത്. ഒരു അവസ്ഥ. ഇനിയിപ്പോൾ അത് ശനി ഞായർ എപ്പിസോഡ് വരെ കാത്തിരിക്കണം ഇതവിടെ അഡ്രസ്സ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് അവിടെ അയാളുടെ എന്താ പറയുക ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ ഒക്കെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഇന്നസെൻസ് പ്രൂവ് ചെയ്ത് ഇയാളുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് തെളിയിക്കുന്നവരെ അയാൾ കാത്തിരിക്കേണ്ട ഒരു വൃത്തികെട്ട അവസ്ഥയുണ്ട് ആ ഒരു അന്തരീക്ഷത്തിൻ്റെ അകത്ത്, ആ ഒരു ഹൗസിൻ്റെ അകത്ത്. അത് അയാളെ ഭയങ്കരമായിട്ട് കൊല്ലുന്നൊരു കാര്യമാണ്. കൊല്ലുന്നില്ല. ഞാൻ ഇത്രയും പറയുന്നത് എന്താണെന്നറിയോ, അത് അത്രയും സീരിയസ് ആയിട്ടുള്ള വിഷയം ആയതുകൊണ്ടാണ്. അത്രയും വൃത്തികെട്ട ഒരു അലിഗേഷനാണ് ഇവറ്റകളൊക്കെ കൂടിയിട്ട് ഇയാളുടെ നേർക്ക് വെച്ചു കൊടുത്തത്. ഇവറ്റകളല്ല, ലക്ഷ്മി മസ്താനി പ്രൈവറ്റാക്കി വെക്കാൻ വേണ്ടിയിട്ട് നിന്ന കാര്യമാണ്. ലക്ഷ്മി അത് ഊതി പെരിപ്പിച്ച് ഈ സ്ത്രീനെ എന്താണ് പറയേണ്ടത് ആക്ച്വലി, എന്താണ് ആക്ച്വലി പറയേണ്ടത്. ഞാനൊരു പരിധി വിട്ടിട്ട് സംസാരിക്കുമായിരുന്നു ഒരു 4-5 കൊല്ലം മുന്നേ. ഇപ്പം ഞാനത് നിർത്തിയിരിക്കുകയാണ്. അത് യഥാർത്ഥ ജീവിതത്തിലാണെങ്കിൽ വീഡിയോൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് ഞാനൊരു കോപ്പ് കൂടുതലൊരു പരിധി വിട്ട് പറയാത്തത്. ഇവർ ആരാന്നാണ് വിചാരം? ഇവരെന്ത് ഉണ്ടയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ അകത്തേക്ക് കയറി വന്നിരിക്കുന്നത്? ഇവരാരാണ്? ഹൂ ഇസ് ഷീ ബ്ലഡി? ഇവർക്ക് ആരെയും പറ്റില്ല. ആണുങ്ങളെ ഇഷ്ടമല്ല, LGBTQ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരെ ഇഷ്ടമല്ല. ഇവർക്ക് പിന്നെ ആരെയാണ് ഇഷ്ടം? ഇവർക്ക് ഇവരെയും ഇഷ്ടമാണ്, പിന്നെ എന്താ പറയുക, സ്ത്രീകളെയും മാത്രം ഇഷ്ടമായിരിക്കും, വേറെ പുരുഷന്മാരെ ഇഷ്ടമല്ല. ബാക്കി ആൾക്കാരൊക്കെ എല്ലാം ഒരു വിരോധം ചിന്താഗതിയാണ്. ഒന്നാമത് ഈ ഒനിയലിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇവരോട് ഇത്രയും പൊളിഞ്ഞു കയറുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഇവർ കണ്ട കാര്യമില്ല, ഇവരറിയുന്ന കാര്യമില്ല. ഇവർക്കേ ഉളുപ്പുണ്ടോ നാണെന്ന് പറഞ്ഞ സാധനം ഇവർ കണ്ടിട്ടില്ല. കാണാത്ത കാര്യത്തിൽ കയറിയിട്ടാണ് ഇവർ കയറിയിട്ട് ഈ ചെങ്ങായിക്ക് നേരെ ഇങ്ങനെ വലിയൊരു അലിഗേഷൻ വെച്ചിട്ട് തട്ടിക്കയറിക്കൊണ്ട് നിന്നുണ്ടായിരുന്നത്. കാണാത്ത അതും ഇത് നിങ്ങൾ ആലോചിച്ചോക്കടോ. മസ്താനി ഒരു കൺഫ്യൂഷൻ വന്ന സമയത്ത്, അവർക്കൊരു ഡൗട്ട് വന്ന സമയത്ത്, അവർക്കതിന് ഉറപ്പില്ല. അവർ ഈ പറഞ്ഞ ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ, ലക്ഷ്മി അത് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവരങ്ങ് ഉറപ്പിച്ചിട്ട് ഈ എന്താണ് ഒനിയൻ്റെ അടുത്തേക്ക് ചാടി കയറാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു അലിഗേഷൻ തലയിലേക്ക് വെച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്തൊരു വൃത്തികെട്ട ബാഡ് എക്സാമ്പിൾ ആണത്. ബാഡ് എക്സാമ്പിൾ. ഇവരെ ശരിക്കും ബിഗ് ബോസ് നിന്ന് എവിക്ട് ചെയ്ത് കളയരുത്, എൻ്റെ അഭിപ്രായം. അത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ഇവരെ എവിക്ട് ചെയ്ത് കളയണമെന്ന്. എൻ്റെ അഭിപ്രായം ഇവരെ എവിക്ട് ചെയ്ത് കളയണമെന്നല്ല. എവിക്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു പോകും. അവരതിൻ്റെ അകത്ത് ആക്ച്വലി നിൽക്കണം. അതിൻ്റെ അകത്ത് എക്സ്ട്രീം ലെവൽ പണിഷ്മെൻറ്റ് ചീത്ത പറച്ചിലല്ല. അതിൻ്റെ അകത്ത് പോലെ ജയിലിൽ കൊണ്ടുവന്നിട്ട് ഇടുക അവസാനം വരെ. മാത്രമല്ല ഇവരുടെ ക്യാരക്ടർ ഇതാണ്. ആദില നൂറുടെ കേസിലും ഇവർ പറ്റിച്ചത് എന്താ പറയുക, അവർ ഭയങ്കരമായിട്ട് ആക്ഷേപിച്ച ഒരു വർത്തമാനമാണ് പറഞ്ഞത്. ആ കമ്മ്യൂണിറ്റീനെ ആക്ഷേപിക്കുന്ന ലെവലിൽ ഒരു പ്രകോപനവും ഇല്ലാതെ ആ ഒരു സാഹചര്യത്തിൽ സംസാരിക്കേണ്ടാത്ത കാര്യമാണത് അവരത് പറഞ്ഞത്. അവരുടെ മനസ്സിൻ്റെ അകത്ത് വിഷമാണ് പുറത്തേക്ക് വന്നത്.
ഇത് പൊനിയലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഫേക്ക് ആയിട്ടുള്ള അലിഗേഷൻ, അതും ലൈംഗികമായിട്ടുള്ള ഒരു കാര്യം വെച്ചിട്ടാണ് ഇവർ ഈ അലിഗേഷൻ ഒരാളുടെ മേളിലേക്ക് എടുത്തു വെച്ചത്. സോ അത് വിഷം തുപ്പിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഇവർ അതിൻ്റെ അകത്ത് കുറച്ചും കൂടിയൊക്കെ നിന്ന് ഇവരുടെ എന്താ പറയുക ഇത്തരത്തിലുള്ള ബാഡ് എക്സാമ്പിൾസ് ഇവരിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കണം, അറിയണം. എന്നിട്ട് സൊസൈറ്റി അറിയണം ഇവരെ പോലത്തെ ആൾക്കാരുണ്ട് എന്നുള്ളത് സൊസൈറ്റിക്ക് ഓൾറെഡി അറിയാം. പക്ഷേ ഇതിൻ്റെ അകത്താവുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് എടുത്ത് വെക്കാലോ. ലക്ഷ്മി ഇവർ എന്താ പുരുഷ വിരോധം കാണിക്കുന്നവരാണ്, അവർ കാണാത്തൊരു കാര്യം ഒരാൾക്ക് നേരെ അലിഗേഷൻ വെക്കുന്ന ഒരാളാണ്. സോ ഇത്തരത്തിലുള്ള ഒരുപാട് ആൾക്കാരുണ്ടെന്നുള്ള ആൾക്കാർ കുറേ കൂടിയൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. അതിന് വേണ്ടിയിട്ടാണ് അവർ അതിൻ്റെ അകത്ത് നിൽക്കണം എന്ന് ഞാൻ പറയുന്നത്. അല്ലാണ്ട് അവരോടൊരു താല്പര്യം കൂടുതലും കൊണ്ടല്ല. എവിക്റ്റ് ചെയ്താൽ ഓക്കെ ആയിക്കോട്ടെ, ഗുഡ്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവർ അതിൻ്റെ അകത്ത് കുറച്ചും കൂടി നിന്നിട്ട് കുറച്ചും കൂടി ഒന്ന് കാര്യങ്ങൾ വെളിയിൽ വരട്ടെ. അവരുടെ വായനേ ആശയം എന്ന് പറയും. ആശയം, അതിൽ ആശയങ്ങളും നിലപാടുകളും കാഴ്ചപ്പാടുകളും എല്ലാ ആൾക്കാർക്കും പല വിധത്തിൽ ആക്ച്വലി ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഇതിൻ്റെ അകത്ത് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് അതൊന്ന് കാര്യമായിട്ട് എടുത്ത് വെക്കുന്നൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് ആക്ച്വലി. ലക്ഷ്മിയുടെ കേസിലൊക്കെ ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കാര്യമായിട്ട് ഇങ്ങനെ സംസാരിക്കണേ. എന്നിട്ട് ഇന്നത്തെ എപ്പിസോഡിലുണ്ട് ഇവര് ഷാനവാസിനെ എന്താണ് സ്ത്രീ വിരോധം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. സീരിയസ്ലി മാൻ, സ്ത്രീ വിരോധം ആര്? ഷാനവാസാ? സംഗതി ഷാനവാസ് ശരി എന്താണ് കുറച്ച് അമ്മാവൻ ചിന്താഗതികളും പരിപാടികളൊക്കെ ഉണ്ട്. ഞാനും ഈ പറഞ്ഞ ഷാനവാസിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ളതൊക്കെ. പക്ഷെ അയാളൊരു സ്ത്രീ വിരോധിയായിട്ടൊന്നും എനിക്ക് ആക്ച്വലി തോന്നിയിട്ടൊന്നുമില്ല. അയാൾ അങ്ങനെ ആരെയും അതിൻ്റെ അകത്ത് സ്ത്രീയെ ആണെങ്കിലും ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ അയാൾ ഈ ലക്ഷ്മി ഹേർട്ട് ചെയ്ത പോലെ ഉള്ള ലെവലിലൊന്നും അയാൾ ഹേർട്ട് ചെയ്ത് വിടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടി ഷാനവാസിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല. അമ്മാവൻ പരിപാടി ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ ലക്ഷ്മിയെ പോലെയൊന്നുമല്ല. ലക്ഷ്മി നിന്നിട്ട് ജയിൽ നോമിനേഷനിൽ ഇരുന്നിട്ട് പറയുന്നത് അയാളെ സ്ത്രീ വിരോധം എന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് കേട്ടപ്പോൾ ലക്ഷ്മിയുടെ ഉച്ചമാണ് തോന്നിയത്. ഷാനവാസൊക്കെ മുത്താടോ മുത്ത്. അമ്മാവൻ ചിന്താഗതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അയാൾ അറ്റ്ലീസ്റ്റ് സ്നേഹമൊക്കെ ഉള്ള മനുഷ്യനാണ് സഹജീവികളോട്. സ്ത്രീന്നോ പുരുഷനെന്നോ അങ്ങനെയുള്ള നോക്കിയിട്ടൊന്നുമല്ല അയാൾ അവിടെ ആൾക്കാരുടെ അടുത്ത് പെരുമാറുന്നത്. അപ്പോൾ അതങ്ങ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ള വാക്കാണല്ലോ സ്ത്രീ വിരോധി. അഖിൽമാരാരെയും എന്താ പറയുക സ്ത്രീ വിരോധി എന്നുള്ള രീതിയിലാണ് എന്താണ് പറയുക കുറേ ആൾക്കാരൊക്കെ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ത് സ്ത്രീ വിരോധം? ഇവരൊക്കെയാണോ സ്ത്രീ വിരോധം ഉള്ള ആൾക്കാർ? അപ്പോൾ ഈ പറഞ്ഞ പുരുഷ വിരോധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവരൊക്കെ എന്ത് വിരോധമാണ് ഈ തുപ്പുന്നത്? ഈ പറഞ്ഞ ലക്ഷ്മി അവർ തുപ്പുന്നത് LGBT, അവർക്ക് ആരെയും ഇഷ്ടമല്ല, പുരുഷന്മാരെ ഇഷ്ടമല്ല, കാണാത്ത കാര്യങ്ങൾ പറയുന്നു, LGBTQ കമ്മ്യൂണിറ്റിയെ ഇഷ്ടമല്ല. എടോ മനുഷ്യന്മാരെ മനുഷ്യനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ചിലപ്പോൾ അവനവനുണ്ടായ അനുഭവം എന്താ പറയുക മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം, അവനവൻ്റെ റീസണൊക്കെ ഉണ്ടാവുമായിരിക്കാം, ഓരോ വിരോധങ്ങൾക്ക് കാരണങ്ങൾ ഉണ്ടാവാൻ കാര്യങ്ങൾ ഉണ്ടാവാം. പക്ഷേ എന്നും കരുതി ജനറലൈസ് ചെയ്തിട്ട് ഒരു വിരോധം വെക്കുക അതിനനുസരിച്ച് പെരുമാറുക എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ ആരും ടോളറേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ അത് വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് സ്വയം ചിന്തിച്ചിട്ട് മാറേണ്ട ഒരു കാര്യമാണത്. സീരിയസ്ലി ഷാനവാസ് സ്ത്രീ വിരോധി ഓടിപ്പോവും. ഇപ്പം ഇത്രേ പറയാനുള്ളൂ. എനിക്ക് ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ട് കൂടുതലൊന്നും വേറെ പറയാനൊന്നുമില്ല. പിന്നെ ടാസ്ക് ഗീസ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയാണ് പോകുന്നത്. എനിക്ക് പൊതുവേ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ടാസ്കൊന്നും വലിയ എൻ്റർടൈനിങ് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കാണാൻ വലിയ മൂടൊന്നുമില്ല. പിന്നെ എനിക്ക് പലതും മനസ്സിലാവാറൊന്നുമില്ല. ഈ ടാസ്ക് ഇവർ ഈ ബഹളം കൂട്ടലും പരിപാടികളൊക്കെ ആയതുകൊണ്ട് കാണുന്നതിലൊരു മൂഡ് വേണ്ടേ. ഈ എന്താ പറയുക നമ്മുടെ ഉണ്ണി വ്ളോഗ്സിൽ ഉണ്ണിക്കേട്ടൻ പറഞ്ഞ പോലെ ഈ ഫാക്ടർ ഇല്ല. അതായത് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ എന്ന് പറഞ്ഞ സാധനം ഇവരുടെ ടാസ്കുകളിലൊന്നും ഇല്ല. ഇങ്ങനെ പോകുന്നുണ്ട്, ഷോ തുടങ്ങി ഇങ്ങനെ പോകണം, എല്ലാവരും കൂടി എന്തൊക്കെയൊക്കെയോ പറയണം. എന്താ പറയുക എല്ലാപ്പോഴും കിച്ചണിൻ്റെ ഏരിയയിലായിരിക്കും അടി വരുന്നത്. ഈ അല്ലെങ്കിൽ ഫുഡിൻ്റെ കേസും പറഞ്ഞിട്ടൊക്കെയാണ് അടി. എനിക്കിതൊക്കെ വളരെ അരോചകമായിട്ടാണ് ആക്ച്വലി തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് എനിക്ക് അരോചകമായിട്ടാണ് തോന്നുന്നത്. ഒരു തൊലിഞ്ഞ കുറേ കണ്ടൻറ്റുകളും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ശരി.